തമിഴ്നാട്ടിൽ ടി.വി.കെ സർക്കാരിന്റെ മന്ത്രിസഭാ വികസനം ഇന്ന് നടക്കും. 10-ലധികം ടി.വി.കെ എം.എൽ.എമാരും 2 കോൺഗ്രസ് എം.എൽ.എമാരും മന്ത്രിമാരായി സത്യപ്രതിജ്ഞ ചെയ്യും. രാവിലെ 10 മണിക്ക് ലോക് ഭവനിലാണ് സത്യപ്രതിജ്ഞ. 59 വർഷങ്ങൾക്ക് ശേഷമാണ് തമിഴ്നാട്ടിൽ കോൺഗ്രസ് മന്ത്രിസഭയിൽ അംഗമാകുന്നത്. മനീഷ് മൂർത്തി വിവരങ്ങളുമായി ചെന്നൈയിൽ നിന്ന് ചേരുന്നു. മനീഷ്, ഗുഡ് മോർണിംഗ്. തമിഴ്നാടിനെ സംബന്ധിച്ച് ടി.വി.കെ അധികാരത്തിലെത്തിയതിനു ശേഷം മന്ത്രിസഭാ വികസനത്തിലേക്ക് വളരെ പെട്ടെന്ന് തന്നെ കടക്കുകയാണ്. അതിൽ കോൺഗ്രസ് 59 വർഷത്തിന് ശേഷം മന്ത്രി പദവിയിലേക്ക് എത്തുന്നു എന്നുള്ള പ്രത്യേകതയുണ്ട്. ഒപ്പം തന്നെ ലീഗിനെയും ബി.സി.കെയെയും ഈ മന്ത്രിപദം നൽകാമെന്ന് പറഞ്ഞ് ടി.വി.കെ ക്ഷണിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള അപ്ഡേറ്റ്സ്? ഗൂഗിൾ പ്രവിത, ഗുഡ് മോർണിംഗ്. എന്തായാലും വലിയ മാറ്റങ്ങൾ ടി.വി.കെ വന്നതിന് ശേഷം തമിഴ്നാട്ടിൽ ഉണ്ടാകുന്നു എന്നുള്ളതാണ്. രാഷ്ട്രീയപരമായ മാറ്റങ്ങൾ ഉണ്ടാകുന്നു. അതിലൊന്നാണ് ഇപ്പോൾ കോൺഗ്രസ് മന്ത്രിസഭയിലേക്ക് എത്തുന്നു എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. 59 വർഷങ്ങൾക്ക് ശേഷമാണ് കോൺഗ്രസ് മാത്രമല്ല, ഇപ്പോൾ ബി.സി.കെ വരികയാണെങ്കിൽ അല്ലെങ്കിൽ മുസ്ലിം ലീഗ് വരികയാണെങ്കിൽ ഒക്കെ മറ്റൊരു പാർട്ടി മന്ത്രിസ്ഥാനത്തേക്ക് എത്തുന്നത് ഏകദേശം അത്രയും 5 പതിറ്റാണ്ടിന് ശേഷമാണ്. കാരണം ദ്രാവിഡ പാർട്ടികൾ മാത്രമായിരുന്നു മന്ത്രിപദങ്ങളിൽ എത്തിയിരുന്നത്. അതൊരു വലിയ മാറ്റം തന്നെയാണ്. എന്തായാലും കോൺഗ്രസിന്റെ നിയമസഭാ കക്ഷി നേതാവായിട്ടുള്ള കെ രാജേഷ് കുമാർ, മുതിർന്ന നേതാവായിട്ടുള്ള 2 പേർ, അങ്ങനെയുള്ള 2 പേരാണ് ഇപ്പോൾ എന്തായാലും മന്ത്രിസ്ഥാനത്തേക്ക് എത്തുന്നത്. ഇന്നലെ തന്നെ ഹൈക്കമാൻഡിൽ നിന്നും അതിന്റെ ഉത്തരവ് വൈകിട്ടോടു കൂടിയാണ് അതിന്റെ ഒരു നിർദ്ദേശം പെടുന്നു. പോയ ലിസ്റ്റ് AICC അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ ഒപ്പിട്ട് ആ ലിസ്റ്റ് തിരികെ എത്തുന്നത് ഇന്നലെ രാത്രിയോടുകൂടിയാണ്. എന്തായാലും ഇന്നിപ്പോൾ രാവിലെ 10 മണിക്ക് ലോക് ഭവനിലാണ് സത്യപ്രതിജ്ഞ ചടങ്ങ് നടക്കുക. അതിനൊപ്പം തന്നെ 10-ലധികം ടി.വി.കെ എം.എൽ.എമാരും ഇന്നിപ്പോൾ മന്ത്രിമാരായി സത്യപ്രതിജ്ഞ ചെയ്യുമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അവരുടെ പേരോ മറ്റു കാര്യങ്ങളോ ഒന്നും തന്നെയില്ല. വിജയുടെ വിശ്വസ്തരായിട്ടുള്ള 3 പേർ ഉൾപ്പെടെയുള്ള 10-ലധികം പേർ എന്തായാലും ഇപ്പോൾ മന്ത്രിമാരായി സത്യപ്രതിജ്ഞ ചെയ്യും. 10 മണിക്ക് നടക്കുന്ന ചടങ്ങിലെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. മറ്റൊന്ന്, മുസ്ലിം ലീഗിനെയും അതുപോലെ തന്നെ വിടുതല ചിരുത്തകൾ കക്ഷിയെയും മന്ത്രിസഭയിൽ അംഗങ്ങളാവാൻ വേണ്ടി ക്ഷണം നേരത്തെ തന്നെ ടി.വി.കെ നൽകിയിരുന്നതാണ്. ആ കാര്യത്തിൽ എന്തായാലും ഇന്നൊരു തീരുമാനം ഉണ്ടാകും. അവർ ഇന്ന് തീരുമാനം പ്രഖ്യാപിക്കും. എന്തായാലും അതിപ്പോൾ ഇന്ന് നടക്കുന്ന സത്യപ്രതിജ്ഞ ചടങ്ങിൽ ഒരുപക്ഷെ അവരുണ്ടാവില്ല. ഒരുപക്ഷെ അടുത്ത എക്സ്പാൻഷനിൽ, അടുത്ത മന്ത്രിസഭാ വികസനത്തിൽ ഈ 2 കക്ഷികളെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടായിരിക്കും വികസനം ഉണ്ടാവുക എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. മാത്രമല്ല അണ്ണാ ഡി എം കെയിൽ നിന്നും എത്തിയ ആളുകളാണ് പിന്തുണ നൽകി. 25 എം.എൽ.എമാർ പിന്തുണ നൽകിയിട്ടുണ്ട്. അവർക്ക് മന്ത്രിസ്ഥാനം നൽകിയാൽ പിന്തുണ പിൻവലിക്കും എന്നുള്ളൊരു കാര്യം ഇടതു പാർട്ടികളും വ്യക്തമാക്കിയിട്ടുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.